അസ്സലാം അലൈക്കും, എല്ലാവർക്കും ഷാലോസ് ഡ്രീമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുവൈത്തിൽ ലേലത്തിന് മീൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഷാർക്ക്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് മീൻ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒത്തിരി റേറ്റ് ആവും, പക്ഷേ ഇവിടെ പോയി നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റ് തന്നെ ഒത്തിരി മീൻ കിട്ടും. ഇതാണ് അവിടെയുള്ള മീനുകൾ. ഇവിടെ പല തരത്തിലുള്ള മീനും വലിയ മീനുകളാണുള്ളത്. പക്ഷെ പല മീനിൻ്റെ പേര് എനിക്ക് അറിയ പോലും ഇല്ല. അപ്പോൾ നമ്മൾ കാണാത്ത പല ടൈപ്പ് മീനുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളിതുപോലെ ബൾക്കായിട്ട് വാങ്ങണം. ഞണ്ടൊക്കെ നല്ല വലുപ്പത്തിലുള്ള ഞണ്ടാണുള്ളത്. പക്ഷെ ഇത് ഫുള്ളായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ അത്രയും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അത്രയും നമ്മൾ വാങ്ങില്ല. ചെമ്മീനൊക്കെ ആയാലും വലിയ ചെമ്മീനാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും തോനെ മീൻ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും, പക്ഷേ എങ്കിൽ പോലും ഒത്തിരി കിട്ടും. അപ്പോൾ നമ്മളത് ആവശ്യമുള്ളത് മാത്രം വാങ്ങി അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ മീൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഈ മീനെല്ലാം കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാങ്ങിയതെന്ന്. അയിലയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അയില നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഒരു അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട്. അതിന് റേറ്റ് കുറവായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് കൂന്തളാണ്, വലിയ കൂന്തളാണ്. അതിൽ 2 അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ 2 ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ നിന്നില്ല, കാരണം ഒത്തിരി സമയം നമുക്ക് പിടിക്കും. അവിടെയാണെങ്കിൽ നല്ല തിരക്കുമാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാതെ തന്നെ ബാക്കി ക്ലീൻ ചെയ്യാതെ എടുത്തിട്ട് പോന്നു. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മീനാണ്. ഇതുപോലെ മഞ്ഞ വാലൊക്കെ ഉള്ള മീനാണ്, പക്ഷേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു മീൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ എടുത്ത മീൻ പറഞ്ഞാൽ മാന്തളാണ്. മാന്തളൊക്കെ നല്ല വലിയ മാന്തള മീനാണുള്ളത്. ഇതെല്ലാം ഫ്രഷ് മീനാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ കിളിമീനാണ്. അപ്പോൾ ഇത്രയും മീനാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് മീൻ വാങ്ങുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ സമയത്ത് ഇത് ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോ ബോക്സിനകത്താക്കി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് തന്നെ കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓരോ ബോക്സ് എടുത്ത് ഉണ്ടാക്കിയാലും മതി. ഇനി ഈ മീൻ എടുത്തിട്ടാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ ഇന്ന് കറി വെക്കുന്ന വീഡിയോയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയൊന്നും എളുപ്പമല്ല ഈ മീൻ നന്നാക്കാൻ. ഇത് നന്നാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത് നമ്മളെ കയ്യിലുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യാനൊക്കെ നല്ല പാടാണ്. കടയിൽ നിന്നൊക്കെ അവരെ കയ്യിലുള്ളതിന് പെട്ടെന്ന് ക്ലീനാക്കി തരാൻ കേട്ടോ. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് നമ്മളെ കയ്യിലുള്ള കത്തികൾ വെച്ച് ക്ലീനാക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഒരു 3 അയിലയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ക്ലീനാക്കി ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി വെക്കുന്ന ആ ടൈം കൊണ്ട് അയിലയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അയിലയ്ക്ക് ഇതുപോലെ ചെറുതായി വരയിട്ട് അതെടുത്ത് മാറ്റി ഇനി മസാല തേക്കാൻ വെച്ചിട്ട് ഇനി നമ്മുടെക്ക് ഈ മീൻ കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കത്തിയും എല്ലാം നോക്കി, ചെറിയ കത്തിയൊക്കെ നോക്കി അവസാനം ഞാൻ എൻ്റെ കയ്യിലുള്ള വലിയ കത്തി വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ നന്നാക്കി എടുത്തത്. കാരണം ഇതിൻ്റെ മുള്ളിനെല്ലാം ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്ലീനാക്കാൻ ഒത്തിരി സമയമെടുത്തു. ഇത് എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അയില ഞാൻ മസാല വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കിയ ടൈം കൊണ്ട് നമുക്ക് മസാല അയിമ നന്നായിട്ട് പിടിച്ചോളും. അപ്പം ഞാനിവിടെ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി എടുത്ത് ഇളം ചൂടുവെള്ളത്തിലിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സവോള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇത്രയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ കഷ്ണമാണ്, അതൊന്ന് ആദ്യം ചതച്ചെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം അതിന് ശേഷം നമ്മൾ ഒരു സവോളയാണ് എടുത്തുള്ളത്, അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പൊതുവേ മീൻ കറി ഈ മൺചട്ടിക്കകത്താണ് ഉണ്ടാക്കാറുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോളയും കൂടെ ഇട്ട് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കരിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് ഇതിന് പച്ചമണം മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരല്പം പുളിവെള്ളം കൂടി ഒഴിച്ച് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത്
2 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസാലയെല്ലാം മീനിൽ പിടിക്കാൻ വളരെ നല്ലതാണ്. കാരണം മസാലയിൽ ഉപ്പും എല്ലാം നമുക്കിതിലേക്ക് പിടിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ആക്കാം. ആവശ്യത്തിന് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നെയ്യെല്ലാം നമ്മൾ സിം ആക്കുന്ന സമയത്ത് ഇതിൻ്റെ നെയ്യെല്ലാം ഈ കറിയിലേക്ക് ഇതുപോലെ ഇറങ്ങി വരും. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.